ഒരു പാട്ടിൻ മധുകണമാ ചെറുകിളികൾ ഇനി മെല്ലെ ചിറകുണരും. കോളേജിന്റെ ചരിത്രത്തിൽ അരികിലൊരു കാറ്റിൻ ചിറകുകളാ പ്രിയമെഴുമോ കുളിരണിയും പുലരികളിൽ. സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ, രണ്ട് മനം തമ്മിലിഴ ചേർന്നൊരു പിസ, ഒട്ടി ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ, കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തല് രസ. നിങ്ങൾ ചെയ്യുന്നതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് നിങ്ങൾ പഠിച്ച ടീച്ചേഴ്സിനെയും എല്ലാരെയും കൂട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതിന് നിങ്ങൾക്കൊരു ബിഗ് അപ്ലോസ് എന്നതാണ്. ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ, മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ, കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരമാകുന്നതുപോലെ മനസ്സുകളുടെ പ്രണയ കുളിരും. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ, മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ, കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരമാകുന്നതുപോലെ, പുലരൊളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. പിന്നിൽ മിഴിപ്പാകുന്നൊരു പെൺമയിലായി മാറാനുള്ളിൽ കൊതിയില്ലേ സഖിയേ, വിണ്ണിൽ മിഴിപാകുന്നൊരു പെൺമയിലായി മാറാൻ ഉള്ളിൽ കൊതിയില്ലേ സഖിയേ, കാണാതൊരു കിളിയെങ്ങോ കൊഞ്ചുന്നതുപോലെ കണ്ണീരിനു കൈപ്പിൽ എന്നറിയുന്നതുപോലെ, പുതുമഴയുടെ കൊലുസിളകിയ കനവുകളുടെ പദചലനം.
മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മലയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴിയില. ഒരുപാട് സന്തോഷമുള്ള നമ്മൾ ഏവരും ഏറെ കാത്തിരുന്ന ആ ദിവസം ഇന്നിവിടെ തുടങ്ങുകയാണ്. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒത്തുകൂടുന്ന ഈ സുദിനത്തിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെയും CHMM Connect 2024 റീയൂണിയൻ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സൗഹൃദങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കി തന്ന CHMM കോളേജിൽ വെച്ച് തന്നെ CHMM Connect എന്ന റീയൂണിയൻ പരിപാടി നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്തുകൊണ്ടും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മുടെ കോളേജിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പുതുമയുള്ള ഒരു ദിവസം. കാരണം ഈ കോളേജ് ആരംഭിച്ചിട്ട് 1995 ഈ കോളേജ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം 30 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സ്കൂൾ മുതൽ കോളേജുകളെല്ലാം വളരെ വലിയ മധുരിക്കുന്ന ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും. നിങ്ങളുടെ കോളേജിനെ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പൂർവ്വ അധ്യാപകർ അവർ വളരെ തിരക്കിനിടയിലും ടീച്ചറൊക്കെ പ്രിൻസിപ്പലൊക്കെ ഇവിടെ വന്നു എന്ന് പറയുന്നത് നമ്മൾ അവരെ അഭിവാദ്യം ചെയ്യുന്ന പ്രിൻസിപ്പൽ എന്ന നിലയിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നമ്മുടെ കുട്ടികൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ അവർക്കൊരു അനുഭവമായി തീരും. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസ നേരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാവരും നല്ല പോസ്റ്റിലാണെന്ന് അറിയാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അലുമിനി തന്നെ നിങ്ങൾ ഒന്ന് എലാബറേറ്റ് ചെയ്ത് ഒളിഞ്ഞ ഒരു ഗ്രാൻഡ് അലുമിനി ആയിട്ട് എല്ലാ ബാച്ചുകളെയും സംഘടിപ്പിച്ച് ഒന്ന് കൂട്ടിക്കൂടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാറുള്ളത്. അതിനുവേണ്ടി ശ്രമിക്കുക. 30 വർഷം മുമ്പ് സ്ഥാപിതമായ നമ്മുടെ കോളേജിൽ ആദ്യമായിട്ടാണ് ഒരു അലുമിനി സംഘടിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് സുഹൃത്തുക്കളുണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും, പ്രണയങ്ങളുണ്ടാവും, നിരാശയുണ്ടാവും, എല്ലാവിധ സൗഹൃദങ്ങളും നിലനിൽക്കുന്ന പഠിക്കുന്ന കാലത്താണ്. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ്. കാരണം ആദ്യം പിച്ച് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇന്നിവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെ അതായത് 20 വർഷത്തിന് മുമ്പ് പഠിച്ചിരുന്ന അവരുടെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. എനിക്ക് ഇവിടെ വന്ന് എത്തുമ്പോഴത്തേക്ക് 2005 മുതൽ 2008 വരെ പഠിച്ച് നിങ്ങൾ 20 കൊല്ലം കഴിഞ്ഞ ശേഷം കണ്ടുകൂട്ടിയവരാണ്. പക്ഷേ ഞങ്ങൾ 1975 മുതൽ 78 വരെ പഠിച്ച ഇക്കണോമിക്സ് ബാച്ചിൽ 50 വർഷം ഞങ്ങൾ ഈ അടുത്ത സമയത്താണ് ഞങ്ങൾ അതിന് കൂടി എല്ലാം എന്നോളം വിദ്യാഭ്യാസമുള്ളവരും എന്നേക്കാൾ മികച്ചവരും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ വിദ്യാർത്ഥികളോടല്ല സംസാരിക്കുന്നത്, പൂർവ്വ വിദ്യാർത്ഥികളോടാണ്. അപ്പൊ എന്തുകൊണ്ട് പ്രോജ്വലമായ ഒരു സദസ്സാണ്, ഒരു ഉത്ബദ്ധരായ സദസ്സാണ്. എന്താണെങ്കിലും ആറ്റുകൽ കോളേജിലെ പ്രിൻസിപ്പൽ ടീച്ചറിന് അങ്ങോട്ട് കൊണ്ടുവരും. ഈ ടീച്ചറിനുള്ളതാണ്. ഒരു വലിയൊരു കൈയടിയോടുകൂടി നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റട്ടെ. ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ലോകം നിങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു. Thank you.
സെറ്റിൽഡ് ആണ്. സ്റ്റിൽ ഞാൻ വർക്കിംഗ് അല്ല, കുഞ്ഞായതുകൊണ്ട് ഞാൻ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞായതുകൊണ്ട് സ്റ്റിൽ വർക്കിംഗ് അല്ല. എൻ്റെ പേര് സുറുമി. ഞാൻ വരുന്നത് പാലച്ചിറയാണ്, വർക്കലയ്ക്ക് അടുത്താണ്. ഞാനിവിടെ അറിയാലോ 2005-2008 എൻ്റെ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ കിട്ടിയത് എനിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ. എൻ്റെ ഞങ്ങൾ ഇപ്പോഴും 20 വർഷമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര ഡീപ്പായിട്ട് കൊണ്ടുവന്ന ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ ഹസ്ബൻഡ് പുറത്താണ്, 3 മക്കളുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. എൻട്രി എവിയേറ്റില് മെട്രായിട്ട് വർക്ക് ചെയ്യാണ്. കൊല്ലത്ത് 3 കുട്ടികളുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാം കണ്ടത്, അതുപോലെ ടീച്ചേഴ്സിനെ എല്ലാം കണ്ടത്, ഇതിനുവേണ്ടി കോളേജ് മാനേജ്മെന്റ് എല്ലാവർക്കും. എൻ്റെ പേര് സമീറ. ഞാൻ കല്ലമ്പലത്തു നിന്നാണ് വരുന്നത്. ഞാൻ വർക്കിംഗ് അല്ല, എൻ്റെ 2 കുട്ടികൾ. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമായ കഴിഞ്ഞ സന്തോഷം. ഹസ്ബൻഡ് ഖത്തറിലാണ്. എൻ്റെ പേര് പ്രീജ. ഞാൻ വിളഭാഗത്ത് നിന്ന് വരുന്നു. ഇപ്പോഴും വർക്കല DFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ, ഹസ്ബൻഡിലൂടെ നടക്കുന്നു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് വിജി. ഞാൻ എൻ്റെ സ്ഥലം വർക്കല, കഴക്കൂട്ടത്ത് നിന്ന് വരുന്നു. ഞാൻ ന്യൂസിലാൻഡ് വർക്ക് ചെയ്യുവാണ്, സൊല്യൂഷൻ ആർക്കിടെക്റ്റായിട്ട്. ഹസ്ബൻഡും ന്യൂസിലാൻഡിൽ തന്നെയാണ്. എനിക്കൊരു മോള്. എനിക്ക് ഇവരെ എല്ലാവരും ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ വന്നതാണ്. വളരെ സന്തോഷം. എൻ്റെ പേര് രേഷ്മ. ഞാനിപ്പം താമസിക്കുന്ന കണിയാപുരത്താണ്. ഹസ്ബൻഡ് എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു ഇവിടെ പഠിച്ചിരുന്നത്. ശർഷ ഇപ്പോൾ ചെയ്യുന്നു. ഈ 2 മക്കള്. ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡയറക്ടറാണ് ചെയ്യുന്ന UIT-യിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഭയങ്കര സന്തോഷം. നമ്മുടെ ഓർഗനൈസേഴ്സിന്, നമ്മുടെ ബാച്ച് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്ത്. ചിന്ന ടീച്ചറിന് പ്രത്യേക താങ്ക് യു. എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. എൻ്റെ പേര് ഷാന. ദയവായിട്ട് ഞാൻ താമസിക്കുന്നത്. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. വന്നതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ പേര് പിൻബ. ഹൗസ് വൈഫാണ്. 2 മക്കളുണ്ട്. ഇടവയനാണ്. എൻ്റെ പേര് അമൃത. ഞാൻ വടക്കാത്തു നിന്നാണ് വരുന്നത്. ഞാൻ SL കോളേജിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. 3 കുട്ടികളുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വലിയൊരു ട്രഷറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാൻ, ഞാൻ സിനിമയിലേക്ക് പോകണം, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് സിനിമയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്, ഭയങ്കര വൈരുദ്ധ്യമാണ്. അപ്പോൾ ഞാൻ സിനിമയിലേക്ക് പോകാണെന്ന് പറഞ്ഞു. ആദ്യം എൻ്റെ ഒരാളെ എൻ്റെ കൂടെ തന്നെ പഠിച്ച റോജൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്, നമുക്ക് നിയോ ഫിലിം സ്കൂളിൽ ഡയറക്ഷൻ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡയറക്ഷൻ അല്ല, എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ആ അവസ്ഥയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കാനഡയിൽ വർക്ക് ചെയ്യുന്നു, ഞാനിവിടെ. അതാണ് ഇതിന്റെ ഒരു കാലത്തിന്റെ ഗതി എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സംഘടിപ്പിക്കാൻ പറ്റിയതിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. കാരണം ഇവരെ സമീപിക്കുമ്പോൾ ഇത്രയും മനോഹരമാക്കി നടത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ. CHMന്റെ ഈ ഒരു 2005 ബാച്ചിൽ എനിക്കാണെന്ന് തോന്നുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൂടെ ഇനി ആരംഭിച്ചുകൊണ്ടെന്ന് അറിയത്തില്ല. ഞാൻ അതിനു മുന്നേ തന്നെ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. പ്രവാസി ജീവിതം ഒരു 13 കൊല്ലം ഉണ്ടായിരുന്നു. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലായിരുന്നു. അതൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷെ എനിക്ക് തിരിച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇങ്ങനെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല. ലേഡീസ് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. 10 പേര് വന്നിട്ടുണ്ടല്ലേ, 10 പേര് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേര് ഡെയിലി ചാനലും എല്ലാം നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് CHM കണക്ട് എന്നുള്ളത് വാക്ക് വന്നിരിക്കുന്നത്. I want to thank my man for that. Samin is the one who wants this. And സുറുമി, ഇവർ 2 പേരുണ്ടായിരുന്നെങ്കിൽ പരിപാടി നടക്കത്തില്ല. ഈ
ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഡിസംബറിൽ ഞങ്ങളുടെ വർക്കിലുണ്ടായിരുന്ന ഡാഷ് വി ഹാവ് എ ഗെറ്റ് ടുഗദർ ദെൻ വി തിങ്ക് അബൌട്ട് ദിസ് ഹാവ് ടു ബി ഹാപ്പൻ വി ട്രൈ വെരി ഹാർഡ് 6 മാസം മുതൽ നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ദിസ് ഇസ് എ സക്സസ്. ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മുഹമ്മദ്. ഇവിടെ 2005-2008 ബാച്ച് കമ്പ്യൂട്ടർ സയൻസിലുണ്ടായിരുന്നു. ഇത് പറഞ്ഞതുപോലെ സ്റ്റേജ് എനിക്കുണ്ട്. സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. എനിക്ക് താങ്ക്സ് പറയാനുള്ളത് സമീൻ, അവനാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് ഈ ഒരു ഗെറ്റ് ടുഗദറിനായിട്ട്. ഞങ്ങളെല്ലാവരും കണക്റ്റഡ് ആയിരുന്നു. വളരെ കുറച്ച് പേര് ഈ 17 വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ഇപ്പോഴും അതോടുകൂടി കഴിയുമെന്ന് കരുതുന്നു. പിന്നെ വേറെന്താ പറയുക, ഇവിടെ ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പോൾ ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. IT ഫീൽഡല്ല, എൻ്റെ ഫീൽഡ് ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് മനസ്സിലാണ്. എൻ്റെ ഫീൽഡ് IT അങ്ങനെ ഏവിയേഷനിലോട്ട് പോയി ഇപ്പോൾ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു മോളുണ്ട് എനിക്ക്. ഞാനും വൈഫോട് പക്ഷേ വർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ 9 years. രണ്ടുപേര് ബ്രിട്ടീഷാണ്. പാളയമെന്നാണ് എൻ്റെ സ്ഥലം. ഇവിടെ പഠിച്ചതിൽ IT ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂരാണ്. വൈഫ് മോന് 8 വയസ്സായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സർവീസ് ഇല്ല. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ വാളെടുത്ത് കെട്ടിയാൽ വിട്ട് രണ്ടുകൊണ്ട് മുതിർന്നില്ല. പിന്നെ എന്താ പറയുക, സെൻട്രൽ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡാറ്റ എഞ്ചിനീയറിംഗ്, ഡാറ്റ സയൻസ്. ആദ്യമേ ഡെവലപ്മെന്റ് ആയിരുന്നു. സിസ്കോയിലായിരുന്നു ഒരു 10 കൊല്ലം വർക്ക് ചെയ്തത്. ഡെവലപ്മെന്റ് എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സ്മാർ, പിന്നെ കുറെ ഫ്രണ്ട്സിനെ കുറെ വർഷം ശേഷം കണ്ടത് ഇന്നാണ്. മെയിൻലി സാല്, പിന്നെ ബ്രിജിൻ, അങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിലാണ്. ഞാനും വൈഫും ദുബായ് സെറ്റിൽഡാണ്. പിന്നെ എന്തോ ഞാൻ ടെക്നോ പാർക്കിൽ ഒരു 4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദുബായിൽ പോയി. ദുബായിൽ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു ഇത് ഓർഗനൈസ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. നമ്മുടെ ഇൻവിറ്റേഷൻ കിട്ടി വന്ന എല്ലാവർക്കും ഒരു താങ്ക്സ്. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റി, വളരെയധികം സന്തോഷം. പിന്നെ എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 10-14 വർഷമായി. ഇപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ടീച്ചർമാർക്ക് എല്ലാവരും എൻ്റെ പേരാണ് ദാസ്. ഞാൻ വരുന്നത് മടത്തറയിൽ നിന്ന്. ഒരുപാട് ദൂരമുണ്ട് മടത്തറയിലോട്ട്. പഠിക്കുന്ന സമയത്ത് ഞാനാണ് ഏറ്റവും വൈകി പറയുന്നത്. പിന്നെ ഞാനാണ് ഏറ്റവും വൈകി. പിന്നെ നമ്മുടെ ബാച്ച് 2005-2008 ബാച്ച്. സാധാരണ നമ്മുടെ സീഷൻ കോളേജ് വളരെ സുന്ദരമാണ്. 2008 കഴിഞ്ഞിട്ട് എനിക്കിവിടെ വിട്ടുപോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ MC ഇവിടെ എടുത്ത് അതിനുശേഷമാണ് ഇവിടെ നിന്ന് പോയത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അബുദാബിയാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടി ഇത്രയും പേരെ എത്തിച്ച നമ്മുടെ സമീന്, സുഭമി, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാധനം. ഞാൻ IT ഫീൽഡിലാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡേവിസ് എന്ന് പറയുന്ന ഒരു കമ്പനി കൊച്ചി ഇൻഫോമാർക്കിലാണ് ടെക് ലീഡായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫും IT ഫീൽഡിൽ തന്നെയാണ്. ഒരു TCS വർക്ക് ചെയ്യുന്നു.
പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട്, 2.5 വയസ്സായിട്ടേ ഉള്ളൂ. പിന്നെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ശരിക്കും എനിക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമീന് ഇതുപോലെ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സമയത്തൊന്നും ഫോണില്ല, വാട്സാപ്പ് ഇല്ല, ഒന്നുമില്ല. ആ കാലത്താണ് നിങ്ങൾ എല്ലാവരും പഠിച്ചിരുന്നത്. അപ്പം നമുക്കൊരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. എൻ്റെ പേര് മുഹമ്മദ് ഷാ. ഞാൻ നിയമസഭയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നിയമസഭയിൽ ഡെപ്യൂട്ടേഷൻ വർക്ക് ചെയ്തത്. ശരിക്കും ഞാൻ എൻ്റെ ബാച്ചല്ല, ഇലക്ട്രോണിക്സ് ആണ്. ഞാൻ എൻ്റെ കൂടെയുള്ള ഒരുമിച്ച് വർക്കിൽ നിന്നൊക്കെ വരുന്നവരൊന്നും വെച്ച് അവർ എന്നെയാണ് വിളിച്ചതാണ്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. 17 വർഷങ്ങൾക്ക് ശേഷമാണ് പഴയ പൂർവിക വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പഠിച്ചത് ഇവരിലാണ്. ഞാൻ ഫസ്റ്റ് ഇവരെയാണ് പഠിച്ചത്. ഞാൻ 2007 ഞാനിവിടെ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2016 വരെ ഞാൻ ഈ കോളേജിലുണ്ട്. ഇത് സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ പറഞ്ഞു. എൻ്റെ വീട് മലപ്പുഴയാണ്. രാവിലെ 9:30 വരുന്നു. ഞാനപ്പോൾ 9:30 ഉണ്ടായിരുന്നത്. 9:30 വരുന്നു, വൈകുന്നേരം 3 ഒക്കെ ആകുമ്പോൾ പോകുന്നു. അവര് നമ്മളെ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ഒരു റീയൂണിയൻ അറേഞ്ച് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതിന് നിങ്ങൾക്കൊരു ബിഗ് അപ്ലോസ് തന്നെ വേണം. സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ, 2 മനം തമ്മിലിഴ ചേർന്നൊരു പിസ, ഒട്ടി ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ, കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തല് രസ, ചിരിയാലെ മൊഴിയാലെ പകലായി നിശ, ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ, വേഗത്തിൽ മായുന്നിതോരോ ദശ, എന്നെന്നും ഇതുപോലെ ഒന്നായി വസ, ഉണ്മ കൊണ്ടും നന്മ കൊണ്ടും പന്തലിട്ട മനസ, കണ്ണീരുട്ടിൽ മുന്നടക്കാൻ കൂട്ടു നിന്റെ കൊലുസ, ചങ്ങാത്ത മേഘങ്ങൾ പെയ്തു മഴ, വീണ്ടും മുഴുക്കായി എന്നിൽ പുഴ, ഇരുളിന്റെ അലയാഴി തുഴയാൻ തുഴ, ചിതലാർന്നു പൊടിയാത്ത കനിവിന്നിഴ, ചങ്ങാതി നീയാണു വഴിയിൽ തുണ, മങ്ങാതെ നീയാണു മിഴിയിൽ തുണ. സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ, 2 മനം തമ്മിലിഴ ചേർന്നൊരു പിസ. സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ, 2 മനം തമ്മിലിഴ ചേർന്നൊരു പിസ, ഒട്ടിയൊട്ടി ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ, കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തല് രസ, ചിരിയാലെ മൊഴിയാലെ പകലായി നിശ, ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ, വേഗത്തിൽ മായുന്നിതോരോ ദശ, എന്നെന്നും ഇതുപോലെ ഒന്നായി വസ, ഉണ്മ കൊണ്ടും നന്മ കൊണ്ടും പന്തലിട്ട മനസ, കണ്ണീരുട്ടോ നീ വരുമ്പോൾ നീങ്ങിടുന്നു തരസ, ചങ്ങാത്ത മേഘങ്ങൾ പെയ്തു മഴ, വീണ്ടും മുഴുക്കായി എന്നിൽ പുഴ, ഇരുളിന്റെ അലയാഴി തുഴയാൻ തുഴ, ചിതലാർന്നു പൊടിയാത്ത കനിവിന്നിഴ, ചങ്ങാതി നീയാ
മിഴിയോരം നനയുകയോ മനമെന്നൊഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും മിഴിയോരം നനയുകയോ മനമെന്നൊഴുകുകയോ കരുതലായി കണ്ണിലലിവുമായി വന്നുവോ അരികെ മഴനിലാത്തിങ്കളുയിരുപോൽ ചേർന്നുവോ ആകാമേ വാനവിൽ നീയേ മനമോകിൽ നേരെ താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുക കനൽ തൂവും വേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ മിഴിയോരം നനയുകയോ മനമേ